എൻ്റെ റബ്ബുല്ലാലമീനായ തമ്പുരാനെ, ഞങ്ങളുടെ മൊയ്ലിയാക്കന്മാരെ ഒന്നിനും കൊള്ളത്തില്ല. മൊയ്ലിയാക്കന്മാരാരും ഇതിനെക്കുറിച്ച് മിണ്ടത്തുമില്ല, ഒന്നും പറയത്തുമില്ല, ആരോടും ഒരു ചർച്ചയും ഉണ്ടാക്കത്തില്ല. അവരെല്ലാവരും വെള്ളിയാഴ്ചയും പെരുന്നാൾ നമസ്കാരവും ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ള ഗഹനമായ ചർച്ചയിലാണ്. പിന്നെ അങ്ങ് ഇറാനിൽ മരണപ്പെട്ടുപോയ ആയത്തുള്ള ഖാംനയി ഷഹീദാണോ, ഷിയ സ്വർഗത്തിലാണോ അല്ലയോ എന്നുള്ള ചർച്ചയിലാണ്. നിങ്ങളിപ്പോൾ ചോദിക്കും ഇതൊക്കെ ഇപ്പോൾ പറയാൻ എന്താ കാര്യമെന്ന്. അത് പറയാനൊരു കാര്യമുണ്ട്. കേരളത്തിലെപ്പോഴും നിലവിളിയാണ്. ഈ ചില മുസ്ലിങ്ങളായ ആളുകൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ പെൺകുട്ടികളെ കൊണ്ടുപോയി നർക്കോട്ടിക് ജിഹാദിന് ഉപയോഗിച്ച് മതം മാറ്റി കച്ചവടം നടത്തുന്നേ ബഹളമാണ്. അപ്പോഴൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ പറയും അവൻ്റെ പേരൊന്നും നോക്കണ്ട, അവൻ ഫ്രോഡാണ്, അവൻ കൺട്രികളാണ് അവന്മാരുടെ ജാതിയും മതവും പേരും ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞാൽ ആരും കേൾക്കത്തില്ല. ഇത് വളരെ ആസൂത്രിതമായ ശ്രമമാണ്, ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം MDMA പിടിച്ചൊരു വാർത്ത കണ്ടു. ആ വാർത്ത എന്താണെന്നറിയോ? അതായത് ഈ പറയുന്ന 2 പേരെ MDMA കച്ചവടത്തിന് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. റിസാന ഫാത്തിമയും അനന്തു പ്രസാദും. കൂടെ നിൽക്കുന്നത് റിസാന ഫാത്തിമയാണ്. ഫാത്തിമ ആരാ? പ്രവാചകൻ്റെ കൽബിൽ കനിയാണ് ഫാത്തിമ. ആ കൽബിലെ കനിയുടെ പേരുള്ള ഫാത്തിമ, അതിന് മുന്നിൽ റിസാനയുമുണ്ട്. ആ ഫാത്തിമയോടൊപ്പം നിൽക്കുന്നത് അനന്തപ്രസാദാണ്. തിരിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കാലത്ത് എന്തൊക്കെ പുക്കാറാവുമായിരുന്നു, എന്തെല്ലാം പുക്കാറ്, എന്തെല്ലാം ബഹളം. എന്നാൽ അവിടെ വല്ലതും ചോദിക്കാൻ ഏതെങ്കിലും ഒരു മൊയ്ലിയാർ രംഗത്ത് വരുമോ? മറുവശത്താണെങ്കിൽ എത്ര പേരാ നിൽക്കുന്നത്? കൃഷ്ണരാജ് നിൽക്കുന്നു, സത്യഭാമ ചേച്ചി കൃഷ്ണരാജ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഗോപാലകൃഷ്ണൻ രംഗത്ത് വരും. ഗോപാലകൃഷ്ണൻ ഇപ്പം ഗുരുവായൂരിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവിടെ ഹിന്ദു MLA വേണമെന്ന്. പിന്നെ നമ്മുടെ ശശികല രംഗത്ത് വരും, RV ബാബു രംഗത്ത് വരും. വല്ല മൊയ്ലിയാക്കന്മാരും ഇതിന് വല്ലതും ഇറങ്ങുന്നു? ഞങ്ങളുടെ റിസാന ഫാത്തിമ എന്തിനാടാ അനന്തു പ്രസാദെ കൊണ്ടുപോയി ഈ പറഞ്ഞതുപോലെ നർക്കോട്ടിക് കുരുക്ഷേത്രയ്ക്ക് വിധേയമാക്കിയത് എന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഇതിൽ വല്ല ജാതി മതമുണ്ടോ? സത്യസന്ധമായി പറഞ്ഞാൽ ഒന്നുമില്ല. 2 സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അങ്ങനെ ഒരുമിച്ച് കള്ളു കുടിക്കുന്നവരുണ്ട്, ഒരുമിച്ച് പെണ്ണ് കുടിക്കുന്നവരുണ്ട്, ഒരുമിച്ച് ചീട്ട് കളിക്കുന്നവരുണ്ട്, ഒരുമിച്ച് പലതരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്. പക്ഷേ ഇതിൽ ചെറുക്കൻ്റെ പേര് തിരിച്ചും പെണ്ണിൻ്റെ പേര് മറിച്ചും വന്നാൽ സംഗതി ഈ കഥയെല്ലാം മാറി. ഇതൊന്നൊരു സിനിമാ നടിയെ ഒരുത്തം പിടിച്ചേക്കുന്നു. രാവിലെ ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഈ 9-ാം തീയതിയോ 7-ാം തീയതിയോ എങ്ങാണ്ട് വരുന്ന ഇലക്ഷൻ വരെ ശ്വാസം പിടിച്ചിരിക്കുക. ഓരോ പ്രതിയുടെയും പേര് വരുമ്പോൾ ഞാൻ വായിക്കും, എടാ ഇതാരാ, ഇനി നമ്മൾ രാവിലെ തടയാൻ ഇറങ്ങണം, എണ്ണയൊക്കെ തേച്ചെന്ന് വിചാരിക്കും. അവിടെ ഒരുത്തം കയറി ഒരു നടിയെ അങ്ങ് പിടിച്ച് റോഡിലിട്ട്, എന്താ ബിപിൻ പ്രഫുൽ റോയിയോ എങ്ങാണ്ടാ പേരവൻ്റെ, അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ ആരെങ്കിലും ആണെങ്കിലോ എന്തെല്ലാം പുകിലാവും. അപ്പോൾ അതുകൊണ്ട് ഈ 2 കാര്യത്തിലും ഒരു തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു.